ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവം കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ഇത് തന്നെ കാണുമെന്നാണ് തോന്നുന്നത്. കാരണം ജിസയിൽ രണ്ടും കൽപ്പിച്ചാണ്. അനീഷിനെ വിടാതെ പിന്തുടർന്നിരിക്കുകയാണ് ജിസയില്. അനീഷിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഡ്യൂട്ടി ജിസയിലിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുകൊണ്ട് അനീഷും രണ്ടും കൽപ്പിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാത്രം കഴിപ്പിക്കാനായിട്ട് എന്തും ചെയ്യുന്നുള്ള ഒരു രീതിയിൽ അനീഷ് നിൽക്കുകയാണ്. അപ്പോൾ ജിസയിൽ അവിടെ നിന്ന് ഇങ്ങനെ നല്ല മൂഡിൽ ഇങ്ങനെ ഇന്നലത്തെ പോലെ തന്നെ പെൽവിക് മൂവ്മെന്റ്, ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജോളി ആയിട്ട് നിന്ന് പാത്രം കഴിക്കൊണ്ട് നിൽക്കുന്നു. അനീഷ് ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ അടുത്ത് നിൽപ്പുണ്ടെങ്കിലും ജിസയിൽ പറയുന്നു ചേട്ടൻ കഴുകണ്ട ഞാൻ കഴുകി വെച്ചോളാം എന്നാണ് ജിസയിൽ പറയുന്നത്. അതേപോലെ തന്നെ അനീഷ് പറയുന്നുണ്ട് ഏത് വീട്ടിലാണ് ഡാൻസ് കളിച്ചുകൊണ്ട് പാത്രം കഴുകുന്നതെന്ന് എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല ജിസയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ജിസയിൽ നല്ല മൂഡിൽ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഒന്നാന്തരമായിട്ട് പാത്രം കഴുകുന്നുണ്ട്. ഒരു വെസലൊക്കെ എടുത്തിട്ട് 3-4 തവണയൊക്കെ വെള്ളം ഒഴിച്ച് റിൻസ് ചെയ്തൊക്കെ വെക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവർ രണ്ടുപേരും കോംബോ പിടിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജിസയിലിനാണ് കോംബോ പിടിക്കേണ്ട ആവശ്യം, അനീഷിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. അനീഷ് അത്രയും മികച്ച ഗെയിം കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ജിസയിലിന്റെ ഗെയിമാണ് അവസാനിച്ചത്. അപ്പൊ ജിസയില് കോംബോ പിടിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എല്ലാ ദിവസവും ഇതേപോലെ പാത്രം കഴുകിയാൽ മതിയല്ലോ, കോംബോ ആയിട്ട് അത് പുറത്ത് വന്നോളും. കണ്ണാൻ തുമ്പി പോരാമോ? ഇല്ല, പോരില്ല. പാത്രം കഴുകാനായിട്ട് ഞാൻ വേണം കൂടാ, പക്ഷെ പോരില്ല എന്നാണ് അനീഷ് പറയുന്നത്. എന്തായാലും കോമഡിയാണ് കേട്ടോ അനീഷ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.